നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് സമീപത്ത് തീപിടുത്തം ഉണ്ടായിരുന്നു. ആപ്പിൾ റെസിഡൻസ് ഹോട്ടലിന് മുന്നിൽ നിന്ന് അശ്വിൻ പാലാഴിശ്ശേരിയാണ്. ഈ ഹോട്ടലിൻ്റെ പാർക്കിംഗ് ഏരിയയിലാണ് തീപിടുത്തം ഉണ്ടായത്. ഒരു കാറും 5 ബൈക്കും കത്തി നശിച്ചു എന്നാണ് റിപ്പോർട്ട്. നമുക്കൊപ്പം അശ്വിൻ പാലാഴിശ്ശേരി. അശ്വിൻ, ഗുഡ് മോർണിംഗ്, പറയൂ. സ്കാൻ ഗുഡ് മോർണിംഗ്. നെടുമ്പാശ്ശേരി എയർപോർട്ടിന് ഏകദേശം 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഒരു അപ്പാർട്ട്മെന്റ് സമുച്ചയമാണ് ആപ്പിൾ റെസിഡൻസി. അതിന്റെ ബേസ്മെന്റ് പാർക്കിംഗിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഏകദേശം 50ഓളം വാഹനങ്ങൾക്ക് ഒരേ സമയം പാർക്ക് ചെയ്യാൻ കഴിയുന്ന വിശാലമായ ബേസ്മെന്റ് പാർക്കിംഗ് ആണ്. അവിടെയാണ് ഈ തീപിടുത്തം ഉണ്ടായത്. പ്രാഥമികമായി മനസ്സിലാക്കുന്നത് ഒരു ബൈക്കിൽ നിന്ന്, ഈ പാർക്കിംഗിൽ ഉണ്ടായിരുന്ന ബൈക്കിൽ നിന്ന് തീ പടർന്നു എന്നുള്ളതാണ്. അത് ഇപ്പോൾ കാണുന്ന ഈ കാറിലേക്ക് പടർന്നു. ഈ കാർ പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. അപ്പുറത്തും ഇപ്പുറത്തുമായി 2 കാറുകളുണ്ട്. അത് പക്ഷേ വലിയ തീപിടുത്തം അതിലേക്ക് പടർന്നിട്ടില്ല. പക്ഷേ ഈ ബൈക്കുകൾ നമുക്ക് കാണാം. ഇവിടെ 4 ബൈക്കുകളാണ് ഈ തരത്തിൽ പൂർണ്ണമായി കത്തി നശിച്ചിട്ടുള്ളത്. ഒരു അവശേഷിപ്പ് പോലും ഇല്ലാതെ ഇരുമ്പ് കമ്പികൾ മാത്രമായി മാറിയിട്ടുണ്ട് വാഹനങ്ങൾ, ഈ ബൈക്കുകൾ. എന്തായാലും വലിയ ആശ്വാസം എന്ന് പറയുന്നത് വലിയൊരു തീപിടുത്തമാകാൻ സാധ്യത ഉണ്ടായിരുന്ന തീപിടുത്തമാണ്. കാരണം ഇവിടെ നിന്ന് പടർന്ന് ഇത് മുകളിലേക്ക് കത്തിയാൽ ഈ കെട്ടിടത്തിന്റെ മുഴുവൻ വൈദ്യുതിയും പോകുന്ന ഒരു വയറിംഗ് സംവിധാനമാണ് ഇവിടെ ഉള്ളത്. അതിലേക്ക് തീ പടർന്നിരുന്നു. അത് വലിയ തോതിൽ ആളി കത്തിയിരുന്നെങ്കിൽ 134 മുറികളുള്ള ഹോട്ടൽ സമുച്ചയമാണ്. ആ മുറികളിലേക്കെല്ലാം തീ പടരാൻ AC വെന്റുകളിലൂടെയൊക്കെ പുകയും തീയും ഒക്കെ എത്താനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതിവേഗത്തിൽ തന്നെ ഈ തീ കെടുത്താനായി എന്നുള്ളതാണ് ഏറ്റവും വലിയ ആശ്വാസം. ഈ മുറിയിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടിക്ക് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അവർ ആ മുറി തുറക്കാനാകാതെ ഒരു അവസ്ഥയുണ്ടായിരുന്നു. കുടുങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടായത് ആ മുറിയിൽ. അവിടെ നിന്ന് ലാഡർ ഉപയോഗിച്ച് ഇതിന്റെ വൈദ്യുതി പൂർണ്ണമായും വിച്ഛേദിച്ച ശേഷം ലാഡർ ഉപയോഗിച്ചാണ് പെൺകുട്ടിയെ പുറത്തേക്ക് എത്തിച്ചത്. എന്തായാലും ആർക്കും പരിക്കില്ല എന്നുള്ള, ഈ തീപിടുത്തത്തിൽ ആർക്കും പരിക്കില്ല എന്നുള്ള ആശ്വാസ വാർത്തയാണുള്ളത്. നമുക്ക് ഇവിടേക്ക് വന്നാൽ പൂർണ്ണമായും കത്തിനശിച്ച മറ്റ് 2 സ്കൂട്ടറുകളുടെ അവശിഷ്ടങ്ങളും കാണാം. ഇത് ഈ സ്കൂട്ടറിൽ നിന്നാണ് തീ പടർന്നത് എന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. അതിൽ നിന്ന് ഈ വാഹനത്തിലേക്ക്, ഈ കാറിലേക്ക് പോകുന്നു. കാറ് ഒരു അവശേഷിപ്പ് പോലുമില്ലാതെ ഇരുമ്പിന്റെ അവശിഷ്ടങ്ങൾ മാത്രമായി മാറിയിട്ടുണ്ട്. അതിന് തൊട്ടിപ്പുറത്ത് മറ്റൊരു കാർ കൂടി പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് തീ വലിയ തോതിൽ പടർന്നിട്ടില്ല. അതിന്റെ ബോഡിയിലും ഒപ്പം ഈ ഗ്ലാസ്സിൽ ഒട്ടിച്ചിരുന്ന കൂളിംഗ് ഫിലിമിലേക്കുമാണ് തീ പടർന്നിട്ടുള്ളത്. ഒപ്പം ചില അങ്ങനെയുള്ള ചെറിയ പരിക്കുകൾ മാത്രമാണ് ഈ വാഹനത്തിലുള്ളത്. അങ്ങനെ 5 വാഹനങ്ങളാണ് ഈ തീപിടുത്തത്തിൽ പെട്ടിട്ടുള്ളത്. എന്തായാലും നിലവിൽ രാവിലെയോടുകൂടി തന്നെ ഉണ്ടായി ഏകദേശം ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ തീ പൂർണ്ണമായും കെടുത്താനായി എന്നുള്ളതാണ് ഫയർഫോഴ്സ് അടക്കം പറയുന്നത്. ഇതാണ് ഈ നെടുമ്പാശ്ശേരിയിലെ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ളത്. ആർക്കും പരിക്കില്ല എന്നുള്ളതാണ് ആശ്വാസ വാർത്ത.